നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. മമ്പ്രം തങ്ങളുടെ 187ാമത് ആണ്ട് നേർച്ചയ്ക്ക് 26-ന് വ്യാഴാഴ്ച മമ്പ്രം മഖാമിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഖാമിൻ്റെ നടത്തിപ്പ് ചെമ്മാട് ദാൽഹുദ മാനേജിംഗ് കമ്മിറ്റി ഏറ്റെടുത്തതിനു ശേഷമുള്ള 27ാമത്തെ ആണ്ട് നേർച്ചയാണ് ഇത്തവണ നടക്കുന്നത്. 26-ന് വ്യാഴാഴ്ച അസർ നമസ്കാരാനന്തരം മഖാമിൽ വെച്ച് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ശേഷം സെയ്ദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് ഔദ്യോഗിക തുടക്കമാകും. അന്ന് രാത്രി നടക്കുന്ന മമ്പ്രം സ്വലാത്തിന് കോഴിക്കോട് കാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലയിൽ നേതൃത്വം നൽകും. 27-ന് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മജ്ലിസ് നൂർ ആത്മീയ സദസ്സിന് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. 28-ന് ശനിയാഴ്ച നടക്കുന്ന മജ്ലിസുൽ ഇഷ്ക് പാണക്കാട് സെയ്ദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അൻവർ അലി ഹുദവി പുളിയക്കോട് നേതൃത്വം നൽകും. 29, 30 ജൂലൈ 1 തീയതികളിൽ രാത്രി 7:30 മതപ്രഭാഷണങ്ങൾ ആരംഭിക്കും. ജൂൺ 30 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മമ്പ്രം തങ്ങളുടെ ജീവിതവും ദർശനവും അടിസ്ഥാനമാക്കി ചരിത്ര സെമിനാർ നടക്കും. ജൂലൈ 2-ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മമ്പ്രം തങ്ങൾ അനുസ്മരണവും ഹിഫ്ള് സന്നദ്ധാനവും പ്രാർത്ഥനാ സദസ്സും സമസ്ത ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കോയിയോട് ഉദ്ഘാടനം ചെയ്യും. സെയ്ദ് അലവി മൗലദ്ദീവില ഇഫ്ള് കോളേജിൽ നിന്ന് ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളുകൾക്കുള്ള സന്നദ്ധാനവും അദ്ദേഹം നിർവഹിക്കും. സമസ്ത ജനറൽ സെക്രട്ടറി ഉസ്താദ് K ആലിക്കുട്ടി മുസ്ലിയാർ പ്രാരംഭ പ്രാർത്ഥന നടത്തും. ദാൽഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അധ്യക്ഷത വഹിക്കും. സമാപന ദിവസമായ 3-ന് വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ അന്നദാനം നടക്കും. പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന സമാപന ഖത്മ് ദുആ മജ്ലിസോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പ്രം ആണ്ട് നേർച്ചയ്ക്ക് പരിസമാപ്തിയാകും. സമാപന പ്രാർത്ഥനയ്ക്ക് സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും. ചരിത്രാന്വേഷകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം മമ്പ്രം തങ്ങന്മാരുടെയും ഹദ്രമി സെയ്ദുമാരുടെയും കേരളത്തെ നാനോന്മുഖമായി നിർമ്മിച്ച മറ്റു പണ്ഡിതന്മാരുടെയും ജീവിത സംഭാവനകളും ചരിത്ര രേഖകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രമെന്ന നിലയ്ക്കുള്ള മമ്പ്രം തങ്ങൾ സെൻറ്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ് ഈ നേർച്ചയോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 26-ാം തീയതി തുടങ്ങും. വ്യാഴാഴ്ച അസറിന് ശേഷം അതിനുശേഷം മമ്പ്രം ശ്രീരാമൻ വ്യാഴാഴ്ച ആയതുകൊണ്ട് അന്ന് സാധാരണ വ്യാഴാഴ്ച നമസ്കാരം മമ്പ്രം സലാത്ത് അന്ന് സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുക അദ്ദേഹം. പിന്നെ 27-ാം തീയതി വെള്ളിയാഴ്ച വിഷ്ണു മജ്ലിസായിരുന്നു. അത് മജ്ലിസിന് വെള്ളിയാഴ്ച മജ്ലിസിന് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. സെയ്ദ് ബഹുദ്ദീൻ തങ്ങൾ അമൃത ഭാഷണം നടത്തും. 28-ാം തീയതി ശനിയാഴ്ച നടന്ന മജ്ലിസ് ഇഷ്ക് സെയ്ദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും. അൻവർ അലി ഹുദവി പുളിയക്കോടാണ് അതിന് നേതൃത്വം നൽകുന്നത്. പിന്നെ സാധാരണ ഉണ്ടാകുന്ന 7, 30, 1 തീയതികളിൽ രാത്രി 7 മണിക്ക് ശേഷം മതപ്രഭാഷണ പരിപാടികളാണ് ഉണ്ടാകുന്നത്. മതപ്രഭാഷണ പരിപാടികൾ 29-ാം തീയതി സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് സഭാപതി ആക്കോട് പ്രഭാഷണം നടത്തും. 30-ന് തിങ്കളാഴ്ച അബ്ദുസ്സമദ് കുബൂരുടെ പ്രഭാഷണം പാണക്കാട് സെയ്ദ് ബഷീർ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജൂലൈ 1-ന് ചൊവ്വാഴ്ച പാണക്കാട് സെയ്ദ് റഷീദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നൗഷാദ് ബാബുവിന്റെ ചെറിയ പ്രഭാഷണം. ജൂൺ 30-ന് കഴിഞ്ഞ 12 വർഷങ്ങളായി നടത്തി വരുന്ന മമ്പ്രം തങ്ങളുടെ ജീവിതവും ദൃശ്യവും അടിസ്ഥാനമാക്കിയുള്ള ചരിത്ര സെമിനാർ അത് മമ്പ്രത്തിൽ ചേർന്നു. ജൂലൈ 2-ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മമ്പ്രം തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ മമ്പ്രം സെയ്ദ് അലവി മൗലദ്ദീവില ഇഫ്ള് ഖുർആൻ കോളേജിൽ നിന്ന് സനദ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സന്നദ്ധാനം ബഹുമാനപ്പെട്ട സമസ്ത ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കോയിയുടെ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അതിലെ പ്രാർത്ഥന നിർവഹിക്കും. ദാൽഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ അധ്യക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രാർത്ഥന സെയ്ദ് അബ്ദുൽ ശിഹാബ് തങ്ങൾ സമാപനം വരുന്നത് 3-ാം തീയതി ഓഗസ്റ്റ്
ജൂലൈ 3 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന നേർച്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള അന്നദാനം. അത് പാലക്കാട് ശ്രീ സാധിക്കാൻ ചെയ്യാവുന്നവരുടെ പ്രസിഡന്റും യൂണിവേഴ്സിറ്റി ചാൻസലറുമായ ബഹുമാനപ്പെട്ട പാലക്കാട് ശ്രീ സാധിക്കാൻ ചെയ്യാവുന്നവരാണ് ഉദ്ഘാടനം ചെയ്തത്. ഡിഗ്രി കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്ത അത്രമാൻ ഉൾപ്പെടെ സ്ഥലം എം.എൽ.എ ബഹുമാനപ്പെട്ട പി.കെ. കാലിക്കുട്ടി അവരോട്, അതുപോലെ തന്നെ ഡിഗ്രി കുടുംബത്തിൽപ്പെട്ട ആമിർ ഹുസൈൻ തങ്ങൾ തന്നെ ചെയ്താണ് ഡിഗ്രി തങ്ങൾ മുമ്പോട്ട്, അതുപോലെ തന്നെ കെ.പി. ഉണ്ണികൃഷ്ണൻ അവനെ സുധീഷ് സംബന്ധിക്കും. ഉച്ചക്ക് 1:30 നടക്കുന്ന സമാപന 10 രൂപ അവർ സമാപനം. അത് സംസ്ഥാന ജനങ്ങളുടെ സമാധാന പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഡിഗ്രി മുത്തുബാണ് അതിന് നേതൃത്വം നൽകുന്നത്. നേർച്ചയുടെ എല്ലാ ദിവസങ്ങളിലും ദൂറിന് ശേഷം മക്കാമിൽ വെച്ച് പ്രത്യേക മൗലിക പാരായണം, അതുപോലെ തന്നെ ജൂൺ 28, 29, ജൂലൈ 1, 2 ശനി, ഞായർ, ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ആത്മീയ സംഗമങ്ങൾ മക്കാമിൽ വെച്ച് നടക്കും. ഇപ്രാവശ്യം പ്രത്യേകമായി ബഹുമാനപ്പെട്ട സെയ്ദ് മമ്പുറം തങ്ങളുടെ ഒരു നാമധേയത്തിൽ മമ്പുറം തങ്ങൾ സെൻറ്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡി സെൻറ്റർ നടന്നിട്ട് ഒരു പുതിയ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നേർച്ചയോടനുബന്ധിച്ച് നിർവഹിക്കാനുണ്ട്. ചരിത്രാന്വേഷകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇതിൽ മമ്പുറം തങ്ങന്മാർ, അറബി സീനിയന്മാർ, കേരളത്തിനെ അനാമൂലമായി നിർമ്മിച്ച പണ്ഡിതന്മാരുടെയൊക്കെ ജീവിത ചരിത്രങ്ങളും അവരുടെ സംഭാവനകളും നിലകളും ഉൾക്കൊള്ളുന്ന ഒരു പഠന ഗവേഷണ അത് പ്രവർത്തനങ്ങൾ തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കുണ്ടായി പൂർത്തിയാക്കിയാണ്. ഗ്രന്ഥശേഖരം ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും കേരളത്തിലും കേരളത്തിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അറബി ചെയ്യുന്നതിനെ കുറിച്ച് സമസ്ത തുടങ്ങിയ സംഘടനകളെ കുറിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് PhD ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സഹായകമാകുന്ന വിശാലമായ ഒരു കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻ്ററാണ് ഉദ്ദേശിക്കുന്നത്. അത് നിശ്ചയോടനുബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനമായും ഇത്തരം കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാം. വാർത്താ സമ്മേളനത്തിൽ യു മുഹമ്മദ് ഷാഫി ഹാജി ചമ്മാട്, CK മുഹമ്മദ് ഹാജി പുകയൂർ, കബീർ ഹാജി ഓമച്ചപ്പുഴ, P. ഇസാഖ് ബാക്കവി ചമ്മാട്, സെയ്ദ് ഷാഹുൽ ഹമീദ് ഹുദവി കാവന്നൂർ, ഷർഫുദ്ദീൻ ഹുദവി അരീക്കോട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.